الحمد لله الحمد لله الذي الأحد الجبار والصمد الغفار. أشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار، وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فسبحان الله حين تمسون وحين تصبحون، وله الحمد في السماوات والأرض وعشيا وحين تظهرون. സർവ്വലോക നിയന്താവും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരിപൂർണമായി ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ഏത് സന്ദർഭത്തിലും മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന ബോധത്തോടെ അല്ലാഹു അനുഗ്രഹമായി നൽകുന്ന ഓരോ സെക്കൻഡുകളെയും വളരെ ശ്രദ്ധയോടെ ഇബാദത്തുകളിലായി ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഈ പരിപാവനമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സ്ഥലങ്ങൾ മുന്നിലുണ്ട്. സഫുകളെല്ലാം അതിൻ്റെ വിടവുകൾ പൂർത്തീകരിച്ചിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദയുടെ ഒരു ഭാഗം. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഈദുൽ അദ്ഹ അതിൻ്റെ ആഘോഷത്തിലാണ് ഈ സമയത്തും നാം ഉള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജ മാസം
1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അയ്യാമുൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന പേരിലാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നതാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ നന്മകളിൽ വർധനവ് വരുത്താൻ സാധിക്കുക എന്ന് പറയുന്നത്. ആ 10 ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനി അടുത്ത ഒരു വർഷം ആ ദിവസങ്ങളെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇതുപോലെ തന്നെ പരിചയപ്പെടുത്തിയ ചില ദിവസങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ അതിന്റെ 203-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണമെന്നാണ്. എന്താണ് ആ എണ്ണപ്പെട്ട ദിവസങ്ങൾ? മഹാനായ സ്വഹാബി വര്യൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 4 അയ്യാം, 4 ദിവസങ്ങളാണ്. 4 ദിവസങ്ങളാണ്. എന്നിട്ട് 1-ാമത്തെ ദിവസം പരിചയപ്പെടുത്തുന്നത് യൗമുൻ നഹർ, ദുൽഹിജ്ജ 10-ന്റെ ദിവസമാണ്, ബലിയുടെ ദിവസം. അത് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. പിന്നീട് അദ്ദേഹം പറയുന്ന 3 ദിവസങ്ങള് അതിനുശേഷമുള്ള 3 ദിവസങ്ങളാണ്. അഥവാ ദുൽഹിജ്ജ 11, 12, 13. ഈ 3 ദിവസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അയ്യാമുൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളെയാണ് സാധാരണ അയ്യാമുത് തശ്രീഖ് എന്ന് പറയാറുള്ളത്. തശ്രീഖ് എന്ന് പറഞ്ഞാൽ വെയിലത്ത് വെച്ച് ഉണക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആദ്യകാലങ്ങളിൽ ബലിമാംസം അത് കേടുവന്ന് പോവാതിരിക്കാൻ വെയിലത്ത് വെച്ച് സൂക്ഷിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ദിവസങ്ങൾക്ക് അയ്യാമുത് തശ്രീഖ് എന്ന് പേര് വന്നത് എന്നാണ് അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ അയ്യാമുൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞ ദിവസങ്ങളിലെ ഒരു ദിവസത്തിലാണ് നാം ഉള്ളത്. ഈ 3 ദിവസങ്ങളെ നാം ഏറെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഹദീസുകളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകതയായി നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അയ്യാമുത് തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാഹ്. അയ്യാമുത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ അത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നോമ്പ് ഹറാമാണ്. നമുക്കറിയാം, എല്ലാ അറബ് മാസവും 13, 14, 15
നോമ്പെടുക്കാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടതാണ്. അയ്യാമുൽ ബീദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ദുൽഹിജ്ജ 13 നോമ്പെടുക്കൽ ഹറാമാണ്. ഇത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ്. പെരുന്നാളിന്റെ ദിവസങ്ങളായിക്കൊണ്ട് എണ്ണപ്പെട്ടതാണ് ഈ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങള്. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ കേവലം തിന്ന് കുടിച്ച് നടക്കാൻ മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, മറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്ലാഹു പറയാണ് നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ അയ്യാമു അക്ലിൻ വശുർബിൻ എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത വാക്കായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ദിക്റുള്ളയുടെയും ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ സഹോദരങ്ങളെ ചില പ്രത്യേകമായ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദിക്റുകൾ തന്നെയാണെങ്കിലും ഇതിന് ഈ സന്ദർഭത്തിലെ ദിക്റുകൾക്ക് വലിയ മഹത്വമുണ്ട്. ഈ സന്ദർഭത്തിലെ ദിക്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ബലിപെരുന്നാളിന്റെ ദിവസത്തിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, യൗമുൻ നഹറിന് ശേഷം വരുന്ന 3 ദിവസങ്ങളാണ് അല്ലാഹു പറഞ്ഞ അയ്യാമുൽ മഅദൂദാത്ത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണേ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ദുആ നിരസിക്കപ്പെടുകയില്ല. അതിനാൽ അല്ലാഹുവിനോട് അധികമായി നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഈ 3 ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല. ഈ 3 ദിവസങ്ങളിൽ പ്രാർത്ഥന അധികരിപ്പിക്കണേ എന്ന് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല, എന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഏത് എന്ന് ചോദിച്ചാൽ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇക്രിമ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക. കാരണം ഒരു മനുഷ്യന്റെ ഇഹത്തിലും പരത്തിലും അവന് ലഭിക്കാവുന്ന എല്ലാ നന്മകളും ചോദിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഒരുവൻ നിർവഹിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അവിടുത്തെ ജീവിതത്തിന് ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു ഇത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന അധികരിപ്പിക്കണമെന്ന് സലഫുകൾ പഠിപ്പിക്കുമ്പോ വിശ്വാസികളെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തില് ഏത് രംഗം പരിശോധിക്കുകയാണെങ്കിലും ദിക്റുകളുമായി നല്ല ബന്ധമുള്ള ജീവിതമാണ് ഒരു വിശ്വാസിക്ക് നയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഏത് ഇബാദത്തുകളും അല്ലാഹു അവനോട് നിർവഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പരിശോധിച്ചാൽ അതെല്ലാം ദിക്റുകളുമായി ബന്ധമുള്ളതാണ്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് അല്ലദീ യഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ
എന്നിങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ഒരു വിശ്വാസി അവന്റെ പ്രഭാതത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നത്. ഇങ്ങനെ പരിശോധിച്ചാൽ അവന് രാത്രി സമയത്ത് അവന്റെ ബെഡിലേക്ക് അഭയം പ്രാപിക്കാൻ തുടങ്ങുന്ന സമയം വരെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ, ഇങ്ങനെ തുടങ്ങി പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദിക്റുകൾ ഒരുപാട് നിർവഹിക്കാനുണ്ട്. ഇനി മാത്രമല്ല, ഒരു ദിവസം നിർവഹിക്കൽ നിർബന്ധമായ 5 വഖത്ത് നമസ്കാരമുണ്ടല്ലോ, അത് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണല്ലോ. നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കൃത്യമായി പഠിപ്പിച്ചതാണല്ലോ. അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ജമാഅത്തായി തന്നെ നിർവഹിക്കണമെന്നതും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണിശമായി പഠിപ്പിച്ച കാര്യമാണ്. മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, അക്കാലഘട്ടങ്ങളിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാറുള്ളത് ഒന്ന് അറിയപ്പെട്ട മുനാഫിഖാണ്, മറ്റൊന്ന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധം രോഗത്താൽ പ്രയാസപ്പെടുന്നവരാണ്. എന്നിട്ടും സ്വഹാബത്ത് പറയുന്നുണ്ട്, 2 ആളുകളെ ഷോൾഡറിൽ കൂടി കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് നടക്കാൻ പറ്റുന്നവർ പോലും ജമാഅത്തിന് പള്ളിയിൽ വന്നിരുന്നു. അപ്പൊ 5 നേരം നമസ്കാരം നിർവഹിക്കുമ്പോ ആ നമസ്കാരങ്ങൾ പ്രിയപ്പെട്ടവരെ അതിലുള്ള എല്ലാ കാര്യങ്ങളും ദിക്റുകളാണ്. 5 നേരത്തെ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഏത് കർമ്മങ്ങൾ പരിശോധിച്ചാലും അതിലെല്ലാം ദിക്റുണ്ട്. ഈ നിലക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അത് ജീവിതത്തിൽ നിലനിർത്തുക എന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ ബാധ്യതയായി കൊണ്ട് അല്ലാഹു പഠിപ്പിച്ചതാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ദിക്റുകൾ ചൊല്ലണേ. വിശ്വാസികളെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവരാണ് സ്വർഗത്തിന്റെ അവകാശികള്. മുസ്ലിമീങ്ങൾ പല വിധങ്ങളിലുണ്ട്. മുനാഫിഖുള്ള മുസ്ലിമീങ്ങളുണ്ട്, നിഫാഖ് ഹൃദയത്തിനകത്തുള്ള മുസ്ലിമീങ്ങളുണ്ട്. പക്ഷെ ഈമാനുള്ള മുസ്ലിമീങ്ങളെയാണ് വിശ്വാസികളെന്ന് വിളിക്കുന്നത്. അവർക്കാണ് പടച്ച റബ്ബ് സ്വർഗ്ഗമൊരുക്കി വെച്ചിരിക്കുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ, വിശ്വാസികൾക്കാണ് വിജയമുള്ളത്. അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ 89 സ്ഥലങ്ങളിൽ ഈ വിളിയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഇങ്ങനെ അല്ലാഹ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പറയുന്നത് ഒരു കൽപ്പനയാവാം, അല്ലെങ്കിൽ ഒരു കാര്യം വിരോധിക്കലാവാം. ഇവിടെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ അഹ്സാബിന്റെ 41, 42 വചനങ്ങൾ പരിശോധിച്ചാൽ അല്ലാഹ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ദിക്റുകൾ ചൊല്ലണേ. എല്ലാ ദിവസത്തിലും ദിക്റുകളുണ്ട്. എല്ലാ ദിവസവും ഓരോ സന്ദർഭങ്ങളിൽ നിർവഹിക്കാൻ ദിക്റുകളുണ്ട്. ഈ വെള്ളിയാഴ്ച ഈ സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് എത്രയാളുകൾ ഇതിന്റെ പ്രാർത്ഥന ചൊല്ലി, വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് എത്രയാളുകൾ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്.
വാഹനത്തിൽ വന്നവരാണെങ്കിൽ അതിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റില്ലേ? പ്രിയപ്പെട്ടവരെ, പരിശോധിക്കേണ്ടതുണ്ട്. ഇത് അല്ലാഹു നമ്മോട് നിർബന്ധമായും നിർവഹിക്കാൻ പഠിപ്പിച്ച ഒരു കൽപ്പനയാണ്. കാരണം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിനെ കുറിച്ച് ആ ദിക്റുകളെ ജീവിതത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്. ഏറ്റവും മഹത്തായ വലിയ ഒരു കാര്യമാണ് ജീവിതത്തിൽ ദിക്റുകൾ നിലനിർത്തുക എന്ന് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇനി ഖുർആനിലെ ചില ആയത്തുകൾ നോക്കൂ നിങ്ങൾ. ദിക്റുകൾ നിർവഹിക്കണമെന്നുള്ളതിന്റെ ആ കൃത്യമായ മഹത്വത്തെ അറിയിക്കുന്ന ഒരുപാട് വചനങ്ങൾ കാണുവാൻ സാധിക്കും. അല്ലാഹു പറയാ, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബിഹാ. സൂര്യോദയത്തിനു മുമ്പും സൂര്യാസ്തമയത്തിനു മുമ്പും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കണം. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ. രാത്രിയിൽ ചില നാഴികകളിലും പകലിന്റെ ചില ഭാഗങ്ങളിലും നീ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. ലഅല്ലക തർവാ. അല്ലാഹു പറയാ, നിനക്ക് റബ്ബിന്റെ തൃപ്തി ലഭിക്കാൻ അതൊരു മാർഗമാണ്. നീ അല്ലാഹുവിന്റെ ദിക്റുകൾ ചൊല്ലണം, ദിക്റുകൾ ജീവിതത്തിൽ നിലനിർത്തണം. ഞാൻ ആമുഖമായി കൽപ്പിച്ച വചനം വിശുദ്ധ ഖുർആന്റെ 30-ാം അധ്യായം അതിന്റെ 17-18 വചനങ്ങളാണ്. അല്ലാഹു പറയാ, വസുബ്ഹാനല്ലാഹ് ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദി വഅശിയം വഹീന തുദ്ഹിറൂൻ. സന്ധ്യാവേളയിലും പ്രഭാതവേളയിലും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാണ് സ്തുതി. വൈകുന്നേരവും ഉച്ച തിരിയുമ്പോഴും അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ സ്മരിക്കാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ ഈ 3 ദിവസങ്ങളാകുമ്പോ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ് ഈ ദിവസങ്ങളുടെ മഹത്വമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പൊന്നു രക്ഷിതാക്കളെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ ആ നിയ്യത്തോടുകൂടി തന്നെ ദിക്റുകൾ നാം നിർവഹിക്കേണ്ടതുണ്ട്. അതല്ലാത്ത ദിവസങ്ങളിലും ഇത് വിശ്വാസി എന്ന നിലയിൽ എന്റെ ബാധ്യതയായി എന്റെ റബ്ബ് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇത് നിർവഹിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടുകൂടി തന്നെ ഈ ദിക്റുകളിൽ കൃത്യമായി നമ്മുടെ നാവും മനസ്സുമൊക്കെ പങ്കാളിയായിക്കൊണ്ട് ദിക്റുകളിൽ നമുക്ക് തുടരാൻ സാധിക്കണം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ശൈഉൻ അൻജാ മിൻ അദാബില്ലാഹ് മിൻ ദിക്രില്ലാഹ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്റിനേക്കാൾ മറ്റൊരു കാര്യമില്ല. ഇത് വെറുതെയല്ല. ഓരോ ദിക്റുകളും വലിയ വലിയ പ്രതിഫലങ്ങളാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്റിനോളം വലിയ കാര്യം വേറെ ഇല്ല എന്ന് മഹാനായ സ്വഹാബി വര്യൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മൻ അബ്ബദ ലിസാനഹു ദിക്റല്ലാഹ് സാനല്ലാഹു ലിസാനഹു അനിൽ ബാത്തിൽ വൽ ലഗ്വ്. അല്ലാഹുവിനെ ഓർക്കാൻ ആരെങ്കിലും തന്റെ നാവിനെ ശീലിപ്പിച്ചാൽ അവന്റെ നാവിനെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും ഉപകാരമില്ലാത്ത സംസാരങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷിക്കും. അല്ലേ?
നാവിന്റെ വിഷയത്തില് ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ അവന് ഞാൻ സ്വർഗം നൽകാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാ. സഹോദരങ്ങളെ, നാവിലൂടെ വരുന്ന വാക്കുകള് എത്ര ആളുകളുടെ മനസ്സുകൾക്ക് വേദനയായി ബാക്കി നിൽക്കുന്ന ഒന്നാണ്. എത്രയോ ആളുകൾ ഇന്നും നമ്മുടെ നാവിനാലുള്ള സംസാരത്താൽ വേദനയോടുകൂടി കഴിയുന്നില്ലേ? അവസാനം ഒന്നാമത്തെ സ്വപ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ പറയും, വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും മനസ്സുകളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഒരു വാക്ക് വരാനുണ്ട്. ആ സമയത്ത് ഒരുപക്ഷേ നമ്മുടെ മയ്യത്താണ് ഒന്നാമത്തെ സ്വപ്പിൽ കിടത്തിയിട്ടുള്ളതെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച ആളുകൾ നമുക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ വേദനിപ്പിച്ച മനസ്സ് തണുപ്പിക്കുന്നത് നാളെ പാരത്രികമായ ലോകത്ത് വെച്ചായിരിക്കും. നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും അവർക്ക് നൽകിക്കൊണ്ട് അവസാനം കർമ്മങ്ങളൊന്നുമില്ലാതെ നരകത്തിലേക്ക് പോകേണ്ടവരായി നമ്മൾ മാറും. നമ്മുടെ നാവിനെ റബ്ബ് സംരക്ഷിക്കും. എങ്ങനെയാണെങ്കിൽ നാവിനെ ദിക്റുകൾ കൊണ്ട് ശീലിപ്പിച്ചാൽ, ദിക്റുകൾ കൊണ്ട് നാവിനെ നമ്മൾ നനച്ചാൽ റബ്ബ് ആ നാവിനെ സംരക്ഷിക്കുമെന്നാണ് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. നമ്മളൊക്കെ പഠിച്ചവരാണ്, പിന്നത് ആവശ്യമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരാണ് ഓരോ സന്ദർഭങ്ങളും ദിക്റുകൾ. അതുകൊണ്ട് എല്ലാം ഒന്ന് പഠിക്കണം. ഓരോ സമയത്തും നിർവഹിക്കാനുള്ള ദിക്റുകൾ നമ്മുടെ നാവിന് ശീലമാവേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നാവുകൾ കൊണ്ട് റബ്ബിനെ നാം സ്മരിച്ചു കഴിഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന വലിയ കർമ്മം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വലദിക്റുല്ലാഹി അക്ബർ, വലിയ കർമ്മമാണത്. എല്ലാ കർമ്മങ്ങളും ദിക്റുകളുണ്ട്, ദിക്റുകളുണ്ട്. അത് കൃത്യമായി നിർവഹിക്കൽ വലിയ കർമ്മമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അവിടുന്ന് പറയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅസ്കാഹാ ഇൻദ മലീകികും വഅർഫഅഹാ ഫീ ദറജാതികും വഖൈറുൻ ലക്കും മിൻ ഇൻഫാഖിദ് ദഅബി വൽ ബരീഖ് വഖൈറുൻ ലക്കും മിൻ അൻ തൽഖൗ അദുവകും ഫതദ്രിബൂഹു അഅനാഖഹും വയദ്രിബൂ അഅനാഖഹും. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ, അതുപോലെ തന്നെ നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടുകയും നിങ്ങൾ അവരുടെ കഴുത്തിന് വെട്ടുകയും അവർ നിങ്ങളുടെ കഴുത്തിന് വെട്ടുകയും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല, റബ്ബിനേറെ സ്നേഹം ഇഷ്ടമുള്ള, റബ്ബിന്റെ അടുക്കൽ ദറജ വർദ്ധിക്കാൻ ഉയരാൻ കാരണമാകുന്ന ഒരു കർമ്മത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറയാ, ഭലാ യാ റസൂലല്ലാഹ്, എന്ന് പറയൂ പ്രവാചകരെ, ഞങ്ങൾക്കത് നിർവഹിക്കാനാണ്. ഖാല ദിക്റുല്ലാഹി തആല. നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യമാണ്, പക്ഷേ റബ്ബിനേറെ ഇഷ്ടമാണ്, റബ്ബിനേറെ ഇഷ്ടമാണ്. അതാ ഒരുപാട് ആളുകൾ, 20 ലക്ഷക്കണക്കിന് ആളുകൾ അതാ ഹജ്ജ് നിർവഹിച്ച് പ്രിയപ്പെട്ടവരെ വല്ലാത്ത വലിയ സന്തോഷത്തിന്റെ സമയത്താണ്. പക്ഷേ ആ ഹജ്ജിന് പോകാൻ ശാരീരികമായി സാമ്പത്തികമായി നമുക്ക് സാധിക്കാതെ വന്നതിൽ സങ്കടപ്പെടേണ്ടതില്ല. ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന കാര്യമായി പഠിപ്പിക്കപ്പെട്ടതാണ് നമസ്കാര ശേഷമുള്ള ആ ദിക്റുകൾ ഉണ്ടല്ലോ, അത് നിർവഹിക്കുക എന്ന് പറയുന്നത്. ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം ലഭിക്കാൻ ബാധ്യത പൂർണ്ണമാവുന്നില്ല, ബാധ്യത തീരുകയില്ല, പക്ഷെ ആ പ്രതിഫലം ലഭിക്കാൻ ഒരു മാർഗമായി പഠിപ്പിച്ചതാണ് നമസ്കാര ശേഷമുള്ള ദിക്റുകൾ നിർവഹിക്കുക. സലാം വീട്ടി ഉടനെ പായുകയല്ല പ്രിയപ്പെട്ടവരെ വേണ്ടത്, ഇരുന്ന് ദിക്റുകളൊക്കെ നിർവഹിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞ്, അല്ലാഹുമ്മ അൻതസ് സലാം എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ആ ദിക്റുകൾ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള വാക്കുകൾ, ഇതെല്ലാം പറഞ്ഞ് അവിടെ തന്നെ ഒരൽപ്പസമയം ഇരിക്കാൻ നമ്മൾ തയ്യാറായാൽ ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അല്ലേ? അതുകൊണ്ട് ദിക്റുള്ള ജീവിതത്തിന്റെ ഭാഗമാക്കണം. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട അയ്യാമു മഅദൂദാത്ത് എന്ന ഈ അയ്യാമു തശ്രീഖ്, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ കൃത്യമായ റബ്ബിന്റെ കൽപ്പനകൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് നശ്വരമായ ഇഹലോക ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൈശാചികമായ എല്ലാ ശർറിൽ നിന്നും രക്ഷ ലഭിക്കുക എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്. അതിനുള്ള ഒരു മാർഗവുമാണ് ജീവിതത്തിൽ ദിക്റുകൾ നിലനിർത്തുക എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ദഖല റജുലു ബൈതഹു ഫദകറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി. ഒരാൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ ഫഖാല ശൈത്താൻ ലാ മബീത ലകും വലാ അശാ. പിശാച് പറയും അവന്റെ കൂട്ടാളികളോട്, നമുക്കിവിടെ താമസവും ഭക്ഷണവുമില്ല. കയറുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ ശർറ് നമ്മുടെ വീട്ടിനകത്തുണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതിന്റെ ബാക്കി ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിശാചിന്റെ എല്ലാവിധ ശർറും അതിനകത്തുണ്ടാകുമെന്നാണ്. സഹോദരങ്ങളെ, ഈ ദിക്റുകൾ നമ്മളും നമ്മുടെ മക്കളും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും പ്രാവർത്തികമാക്കി ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വലിയ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, وأفضل الذكر وأنفعه ما واطأ فيه القلب اللسان. ഹൃദയവും നാവും ഒരുമിച്ച ദിക്ർ. കേവലം നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ നമസ്കാര ശേഷം പറയുന്നത് കണ്ടാൽ ഇതിങ്ങനെ സലാം വീട്ടിയതിന്റെ ഭാഗമാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ്. അങ്ങനെയല്ല ദിക്ർ ചൊല്ലേണ്ടത്. നാവ് കൊണ്ട് പറയുന്നത് മനസ്സറിഞ്ഞുകൊണ്ട് വേണം പറയാൻ. അങ്ങനെ നാവും മനസ്സും ഒരുമിച്ച് പങ്കെടുക്കുന്ന ദിക്ർ ആണ് ഏറ്റവും അഫ്ളലായ ദിക്ർ. അതുപോലെ തന്നെ വകാന മിനൽ അദ്കാരിൻ നബവിയ്യ, ആ ചൊല്ലുന്ന ദിക്റുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. വശഹിദ ദാകിറു മആനിയഹു വ മഖാസിദഹു, ചൊല്ലുന്ന ഓരോ ദിക്റിന്റെയും അർത്ഥവും ആശയവും കൃത്യമായി അറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം എന്നാണ് മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അല്ലാഹു പഠിപ്പിച്ച ദിക്റുകൾ നമ്മുടെ നാവ് കൊണ്ട് നിരന്തരമായി നിർവഹിച്ച് ദിക്റിനാൽ നനഞ്ഞ നാവുള്ള അവസ്ഥയിൽ ലോകത്തോട് വിട പറയാൻ സാധിക്കണം. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്ക് അത് പറയാൻ സാധിക്കണമെങ്കിൽ ജീവിതകാലത്ത് ഈ ദിക്റുകളെല്ലാം പതിവാക്കണമെന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. അത് കൃത്യമായി മനസ്സിലാക്കുക. സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അതിന്റെ അവധി കഴിഞ്ഞ് തുറക്കാൻ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഒരുപക്ഷെ പല ആളുകൾക്കും പെരുന്നാളും അതുപോലെ തന്നെ ഈ സ്കൂൾ തുറക്കലും ഒക്കെ ഒരുമിച്ച് വരുമ്പോ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം. 1, 2, 3 മക്കളൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം. ഇവിടെ വിശ്വാസികള് പരസ്പരം താങ്ങായി തണലായി തന്നാലാവുന്ന വിധത്തിൽ അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് തന്റെ സഹായം എത്തിക്കാൻ സഹോദരങ്ങളെ തയ്യാറാവണം.
നമ്മുടെ മക്കളൊക്കെ പുതിയ വസ്ത്രം ധരിച്ച് പുതിയ ബാഗ് വാങ്ങി കുട വാങ്ങി പുറത്തിറങ്ങി പോകുമ്പോ പഴയ ബാഗുമായി കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് മക്കളുണ്ടാവാം. ആ കണ്ണുനീര് ഒരിക്കലും കണ്ട് ചിരിക്കാനല്ല, അത് തുടക്കാൻ സാധിക്കുന്ന വിധത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒത്തൊരുമിച്ച് താങ്ങായി തണലായി എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ കണ്ണീര് തുടച്ച് നമുക്ക് കഴിയുന്ന രൂപത്തിൽ സഹായം നൽകി കൂട്ടിപ്പിടിക്കാൻ എല്ലാവർക്കും സാധിക്കണം എന്ന് ഈ സമയം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിക്കുന്ന സർവ്വ കർമ്മങ്ങളും നാളെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കള്, സഹോദര സഹോദരിമാര്, അവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, സഹോദര സഹോദരിമാര്, പണ്ഡിതന്മാര്, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. يا أيها الذين آمنوا إذا نودي
نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله
الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله.